നമ്മുടെ ജാസ്മിന് ഒരു ലെറ്റർ വന്നതായും ജാസ്മിൻ ആ ലെറ്റർ വായിക്കുന്നതായും വായിച്ച ശേഷം മടക്കി സ്വന്തം മൈക്കിൻ്റെ ആ ഒരു പൗച്ചിൽ വെക്കുന്നതായി കാണിച്ചിരുന്നു അല്ലേ. അത് എന്തോ രഹസ്യമായിട്ടുള്ള കാര്യമാണ്, പുറത്തുനിന്ന് സ്വന്തം വാപ്പ ജാസ്മിൻ്റെ വാപ്പ അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, അങ്ങനെ സ്വന്തം വാപ്പ അയച്ചതാണെങ്കിൽ അതിങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, അവരിങ്ങനെ കാണിക്കത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ മാത്രമല്ല, ജാസ്മിൻ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് സായി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ അതല്ല വാപ്പ അയച്ചതാണെങ്കിൽ പോലും അതങ്ങനെ ബിഗ് ബോസ് എടുത്ത് കാണിക്കത്തില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഒരു കണ്ടന്റ് ഇരിക്കട്ടെ, പ്രേക്ഷകർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. കാര്യം ജാസ്മിനെ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടായാലും അതൊരു വലിയ വിഷയം തന്നെയാണല്ലേ. അതാണ് ജാസ്മിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 പോകുന്നത്. അതിന് എത്ര അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ജാസ്മിൻ്റെ ഒരു വീഡിയോ പോലും ഇല്ലാത്ത ദിവസമില്ല. മെയിനായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ജാസ്മിന് നെഗറ്റീവ് ആവുന്ന തരത്തിലുള്ള ഒരു കണ്ടൻറ്റ് കൊടുത്ത് തന്നെയാണ് എല്ലാവരും പുറത്ത് വീഡിയോ പോലും ചെയ്യുന്നത്. ബഹുഭൂരിഭാഗം പേര് അങ്ങനെ തന്നെയാണ് അല്ലേ, കാര്യം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രേക്ഷകരും ഒന്ന് വിചാരിച്ചോട്ടെ, എന്തോ ഒരു കാര്യം ജാസ്മിന് കിട്ടി, അതൊരു കാര്യം ചർച്ച ആയിക്കോട്ടെ എന്ന് വെച്ച് ബിഗ് ബോസ് കൊടുത്തതാകാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്കിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാങ്കോ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ബിഗ് ബോസ് ജാസ്മിനാണല്ലോ ഇപ്പം ക്യാപ്റ്റൻ, അപ്പോൾ ക്യാപ്റ്റന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതിയ ഒരു നോട്ടീസ് ആയതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കാം എന്ന രീതിയിൽ എടുത്തതായിരിക്കും ജാസ്മിൻ. നമുക്കറിയില്ല. കാര്യം ജാസ്മിന് ഒരു രഹസ്യമായിട്ടുള്ള കാര്യം കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ബിഗ് ബോസ് ഇങ്ങനെ കാണിക്കില്ല അല്ലേ. അപ്പം വേറെ എന്തോ ഒരു കാര്യമാണ്, അത് ബിഗ് ബോസ് ഇങ്ങനെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന രഹസ്യ ലെറ്ററാണെന്നൊന്നും എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാര്യം ഒരിക്കലും അങ്ങനെ ഒരു ലെറ്റർ ബിഗ് ബോസിനകത്തേക്ക് ആരും കൊടുക്കില്ല. അവരെന്തെങ്കിലും കാര്യം പറയുമായിരിക്കും, ഇങ്ങനെ ലെറ്റർ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നതല്ലാതെ ലെറ്റർ കൊടുത്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയിക്കില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എന്താണ് ആ ലെറ്ററിനകത്തുള്ളതെന്ന് അല്ലേ. നമുക്ക് നോക്കാം ഇനി എന്താണ് ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. വീക്കെൻഡിന് എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് പറയാതിരിക്കില്ല. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.